ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് രഞ്ജിത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഇതേ കണക്കൊരു നടി വന്നിട്ട് രഞ്ജിത്തിനെതിരെ ഭയങ്കരമായിട്ടുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കൊണ്ട് ഇതേ കണക്ക് ഒരുപാട് പേര് രംഗത്ത് വന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേ സമയത്താണ് പഴയ ഒരു കേസ് ഇതേ കണക്ക് രഞ്ജിത്തിനെതിരെ ഉണ്ടായിരുന്നു. ഒരു ബംഗാളി നടി ഉണ്ടാക്കി, ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞൊരു നടി ഇതിനു മുമ്പ് ഇതേ കണക്കുണ്ടാക്കി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് നാളുകൾക്ക് മുമ്പായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് കേസ് കൊടുത്തിട്ടൊന്നും അത് ഭയങ്കരമായിട്ട് വലിയ രീതിയിലൊന്നും പോയിട്ടൊന്നും ഇല്ലായിരുന്നു. പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കേസ് ഭയങ്കരമുള്ള രീതിയിൽ പോകാതെ അതങ്ങ് നിന്ന് പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ശ്രീലക്ഷ്മി ഇതിന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. താനുണ്ടെങ്കിൽ കേസ് കൊടുത്ത സമയത്ത് ആൾക്കാർ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ആ സമയത്ത് അയാൾ രക്ഷപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ഉണ്ടെങ്കിൽ കർമ്മം അത് കറങ്ങി തിരിഞ്ഞ് എത്തിയിരിക്കുകയാണ്. എത്ര നാൾ കഴിഞ്ഞാലും ശരി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതോടെ തന്നെ ആ പറഞ്ഞ നടിയും ഭയങ്കരമായിട്ട് അഭിനന്ദിച്ചിട്ടുണ്ട്. ഇതേ കണക്ക് നടിമാരും ബാക്കിയുള്ളവർ ഇതേ കണക്ക് ധൈര്യമായിട്ട് ഒന്ന് വെളിയിൽ പറഞ്ഞാൽ അവനെ പോലത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ ഇനി ചെയ്യാതിരിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഇതേ കണക്കത്തുള്ള മീഡിയാസ് മാത്രമല്ല പല രീതിയിൽ പല ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതേ കണക്കത്തുള്ള ഒരുപാട് ചൂഷണം നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതിനെല്ലാം ഒരുപാട് പേര് ഇതേ കണക്ക് പിന്നെയും ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ബാധിക്കപ്പെട്ടവർ ഇതിന് കംപ്ലയിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതിരിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ അത് മാറണം. ഇനി ഇതേ കണക്കത്തുള്ള ആൾക്കാർ ഇത് ചെയ്യാൻ തന്നെ പേടിക്കുന്നുള്ള രീതിയിൽ വരണമെങ്കിൽ ഇതേ കണക്കത്തുള്ള കേസുകൾ വെള്ളി വരണം, അതിന് നല്ല ശിക്ഷ കിട്ടണം. എന്നാൽ മാത്രമേ ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ ഇനി നടക്കാതിരിക്കത്തുള്ളൂ.